ഓക്കെ. ഇന്നലെ മുതൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഡെയിലി ഈ നൈറ്റ് മാർക്കറ്റിന്റെ വ്യൂവും അതേപോലെ തന്നെ ഡെയിലി മോർണിംഗ് ഡെയിലി മോർണിംഗ് മാർക്കറ്റിന്റെ വ്യൂവും ഡെയിലി ഈവനിങ് മാർക്കറ്റിൽ ഞാൻ വന്നെടുത്ത ട്രെൻഡ് ഈച്ച് ആൻഡ് എവരി വൺ നമുക്കറിയാവുന്ന എല്ലാ സ്ട്രാറ്റജിയും വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. വൺ ബൈ വൺ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എന്തൊക്കെയാണ് വർക്ക് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് വർക്ക് ആവാത്തതെന്നുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറന്റ് ഇന്നലത്തെ മാർക്കറ്റിൽ ഇന്നലെ വൈകുന്നേരം നമുക്ക് ആ വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. അത് ശരിക്കും എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അത് വലിയൊരു തെറ്റാണ്, ആ, വലിയൊരു മിസ്റ്റേക്ക് ആണ്. ഐ നോ ദാറ്റ്, ബട്ട് കഴിഞ്ഞില്ല. എനിവേ ഇനി മുതലാണെങ്കിലും ഇനി മുതലാണെങ്കിലും അല്ല, ഇനി മുതൽ നമ്മൾ മസ്റ്റ് ആയിട്ട് അത് ചെയ്തിരിക്കും. സോ ഇന്നലെ നമ്മൾക്ക് ഇന്നലത്തെ വ്യൂ കൂടി ഇന്ന് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ ഒന്ന് നോക്കിയിട്ട് പോവാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇന്നലെ നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇതൊരു ലിക്വിഡിറ്റി ആണെന്നും. നമുക്ക് ഒന്നും കൂടി വരയ്ക്കാം, അതാണ് അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ആ, നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇതാ മുതൽ എന്തോ ഒരു ആന്റിസിപ്പേഷൻ കൂടി കിട്ടുമല്ലോ. ഇത് 1 മന്ത്ലി ചാർട്ട് ആണ്. സോ മന്ത്ലി ചാർട്ടിൽ ഇതൊരു മേജർ ഓബിയാണ്. ഈ ഒരു ഓബിയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കണം 1 വീക്ക് സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ സോറി MMS മാർക്കറ്റ് എന്താണ് തന്നെ പറയാ, ശരി ഇവിടെ ഇതും നടന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അതായത് MSS എന്ന് പറയും, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 വീക്ക് 1 ഡേയ്സ് ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഇൻഡ്യൂസ്മെന്റ് ആണ്, ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആണ്. സോ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ് ചെയ്തിട്ടുണ്ട്. ഇനി മോസ്റ്റ് പ്രോബബിളി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, മാർക്കറ്റ് ഡൗൺലോഡ് വരും. ഇത് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ആയിരുന്നു, മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഹയർ ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ 4 അവർ സെക്ഷനിലോട്ട് പോവാം. 4 അവറിൽ പോകുമ്പോൾ ഇന്നലെ മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നത്, ഇവിടെ നിന്ന് ഏകദേശം yes, ഇവിടെ നിന്ന് ഏകദേശം ഈ ഒരു റേഞ്ചിലോട്ട് കയറുന്നതായിട്ടും ഇവിടുന്ന് ചെറിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്നതായിട്ടായിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റിയിരുന്നത്. 1 അവർ സെക്ഷനിൽ പോകുമ്പോൾ എക്സാക്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് എന്തുണ്ടായിരുന്നത്, നിന്നിട്ടുണ്ടായിരുന്നത്. എക്സാക്ട് ഈ ഒരു രീതിയിൽ ട്രെൻഡ് ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലിക്വിഡിറ്റി ആണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫാളുണ്ട്. അഗൈൻ ഇതാണ് ഒരു ഓർഡർ ബ്ലോക്ക്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. ഇപ്പൊ നമുക്ക് ഈ സ്ട്രക്ചറിന്റെ ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിന്റെ 50% എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. 50% ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 50% മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ 50%. ഇതാണ് ആ 50%. കറക്റ്റ് 50% എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത്, കാരണം ഇതിലൊക്കെ ലിക്വിഡിറ്റി ആണ്, ഇവിടെ ഓർഡേഴ്സ് കിടക്കുന്നുണ്ട്. സോ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിന്റെ മാർക്കറ്റ് എന്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് എവിടെ വരെ പോകാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ വരെ പോകും എന്നുള്ളതാണ് ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ എൻട്രീസ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. എൻട്രീസ് വർക്ക് ചെയ്തത് നമ്മൾ അത് 50 മിനിറ്റ്സ് നോക്കി. വൺസ് 50 മിനിറ്റ്സിനകത്ത് 5 മിനിറ്റ്സിലായിരുന്നു നമുക്ക് എൻട്രീസ് പ്ലാൻ ചെയ്തത്. എൻട്രീസ് ആണ് നല്ല
അതെ, ഇതായിരുന്നു നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. ക്ലിയർ. മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ഫേസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയായിരുന്നു. ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇതാക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് നമ്മൾ എൻട്രി ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ എൻട്രി പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തില്ല. അതായത് ഇവിടെ ബ്രേക്ക് ചെയ്തു, നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. എഗൈൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കും. മാർക്കറ്റ് ഇതാ ഇവിടെ ലാസ്റ്റ് ഇൻഡ്യൂസ്മെന്റ് എടുക്കുന്നു. മാർക്കറ്റ് ക്ലോസ് ഡൗൺ സൈഡ് ക്ലോസ് ചെയ്യുന്നു. എഗൈൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു മൈനർ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഓക്കെ, ഇതൊരു മൈനർ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഈ സ്ട്രക്ചറിനകത്ത് ഇനിയിപ്പോ ഏറ്റവും മേലെ പോയാലും ഇതുവരെ പോകാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, അഗൈൻ റിയാക്ട് ചെയ്യും. സോ ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടുന്ന് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യും. കറന്റ് ഇൻഡ്യൂസ്മെന്റ് എടുക്കുന്നു, ബിയോസ് വെക്കുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിന് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. മേലെ വരുമ്പോൾ ഓർഡർ ബ്ലോക്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, താഴെ വരെ ഇത് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു എന്താണ്, ഒരു 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരുന്നു നമുക്ക് അതിൽ എൻട്രി ഉണ്ടായിരുന്നത്. ബട്ട് കറന്റ് മാർക്കറ്റ് സംഭവിച്ചത് എന്താ വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേ ഫാളായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെയിം എൻട്രി വിത്തൗട്ട് കൺഫർമേഷൻ നമ്മൾ എടുത്തു. അതായത് കാരണം ഫാളായി, സ്റ്റാർട്ടിങ് തുടങ്ങി. സോ ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് ഫാള് റൺ ചെയ്യും. സോ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു റേഞ്ച് വരെ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1:14 സംതിങ് വരും. അപ്പൊ ഈ രീതിയിലൊരു എൻട്രി പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഒരു എൻട്രി ഇതുവരെ നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല. പകരം കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ള ഈ ഒരു ഉപയോഗിക്കുക. കാരണം നമ്മളിപ്പോ റിസ്ക് കൂടുതലാണ്, നമ്മളെ സംബന്ധിച്ചോളം റിസ്ക് കൂടുതലാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുവരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്. കാരണം എന്നെ സംബന്ധിച്ചോളം ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് കിട്ടും. മാർക്കറ്റ് ഇവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് കിട്ടും. അഗൈൻ ഇവിടെ വന്ന് ടാപ്പ് ചെയ്യും. ഞാൻ പിന്നെ അതുവരെ എസ് എൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇൻ കേസ് പോയി എസ് എൽ ഹിറ്റ് ആയാലും ഹ്യൂജ് ആണ് എസ് എൽ. സോ ഞാൻ അതുകൊണ്ട് ഈ രീതിയിലാണ് എൻട്രി പ്ലേസ് ചെയ്തത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ എന്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, റീച്ച് ആയി. എന്റെ ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്ന ഇവിടെയാണ്. മാർക്കറ്റ് അഗൈൻ ഇവിടെ നിന്ന് തന്നെ അഗെയിൻ ഫാൾ ചെയ്ത് ഫൈനൽ ടാർഗറ്റ് വരെയും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. സോ കറന്റ് അവിടെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സി ഇവിടെ നമുക്ക് എൻട്രി മിസ്സായി പോയി. നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തോളൂ, നമ്മൾ ഡൗൺ സൈഡ് ആയിരുന്നു ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ഡൗൺ സൈഡ് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് വ്യൂവും ചെയ്തിട്ടുണ്ട്. സോറി, മാർക്കറ്റ് വീണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, എന്നിട്ട് നമ്മൾ ഇന്നലെ പോയി ട്രേഡ് എടുത്തതിൽ ഒരു $72 ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർജ് കഴിഞ്ഞിട്ട് നമുക്കൊരു $70 നമ്മൾ 0.5 എടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി എടുക്കുന്നത് വണ്ണിലാണ്, 1 ലോട്ടിലാണ് യൂറോ USD എൻട്രി പ്ലേസ് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ഈ പറയുന്ന റിസ്ക് കുറയ്ക്കാനും സ്റ്റോപ്പ് ലോസ് വലുതായതുകൊണ്ടും എൻട്രീസ് അത് കൺഫേം എൻട്രി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എൻട്രി എടുത്തത്. ഇതിനെ പറ്റിയൊക്കെ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കൂടി ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ ഈ എൻട്രി എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് 0.5 ഇട്ടിട്ട് സെന്ററിന് എടുത്തത്. ഒരിക്കലും ഞാൻ റെക്കമെൻഡഡ് അല്ല, കാരണം ഇത് ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. അപ്പൊ ഇത്രയും പോർഷൻ ആണ് നമ്മുടെ എന്തുള്ളത്, മാർക്കറ്റിന്റെ ഇതുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. Again അടുത്തൊരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇന്നത്തെ വ്യൂ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.